വീട്ടിൽ പൂജ വയ്ക്കാനുള്ള ഒരുക്കങ്ങളിലാണ് കേട്ടോ. എല്ലാ വർഷം പൂജ വയ്പ്പിന് ഒരുങ്ങുന്ന അച്ഛനാണ്. അച്ഛനില്ലെങ്കിൽ ഞാൻ ഈ പണിയും കേട്ടെടുക്കും. എനിക്കിങ്ങനെ ഇതുപോലെ പൂജ വയ്ക്കാനും അതുപോലെ ദീപാവലി ആഘോഷിക്കാനും ഓണം ആഘോഷിക്കാനും ക്രിസ്മസ് ആഘോഷിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഐഡിയ ആണ് കേട്ടോ. ഏതെങ്കിലും ഒരു സാധനം കൊണ്ടിട്ടാണ് അച്ഛൻ ഈ ഒരു കമ്പും അതുപോലെ ഒരു സാരിയും കൊണ്ട് അച്ഛൻ ഒരു പൂജ വയ്പ്പിനുള്ള ഒരു കൂടാരം ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ദേവി ഇരുത്താനുള്ള ഒരു പീഠമൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കുകയാണ്. അച്ഛൻ്റെ ചെറിയൊരു കലാവാസനയൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി അങ്ങ് ഏറ്റെടുക്കുന്നതായിരിക്കും. അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛനെ കൊണ്ട് മാത്രമേ ഞാൻ ഇത് ചെയ്യിക്കത്തുള്ളൂ. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കരിമ്പാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു തുണ്ട് കരിമ്പിൻ്റെ കഷ്ണം കൊണ്ട് അച്ഛൻ വച്ചാണ് കേട്ടോ. ഇപ്പം നല്ല രീതിക്ക് അതങ്ങ് പൊടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ 2 കരിമ്പിൻ്റെ ആ ഒരു ഇലയോടെ വെട്ടിയെടുത്തിട്ട് നമ്മൾ പീഠം ഉണ്ടാക്കിയതിൻ്റെ ചുറ്റുമായിട്ട് വയ്ക്കുകയാണ്. പിന്നെ സരസ്വതി ദേവിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ ദിവസത്തിൽ അത്യാവശ്യം വിലയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് കുറച്ചൊക്കെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുമല്ലോ. പിന്നെ കല്ലൂസും കണ്ണൂസും അപ്പുച്ച എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പിള്ളേരെ കണ്ണൂസ് ഇത് നേരത്തെ കണ്ടിട്ടുണ്ട്. കല്ലൂസ് ഇങ്ങനെയൊക്കെ ഒരുക്കണത് ആദ്യമായിട്ടാണ്. അവൾക്ക് കുറച്ച് അറിവ് വന്നത് ഇപ്പോഴല്ലേ. അങ്ങനെ അത് ഒരുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പൂജ വെച്ചാൽ മാത്രം മതിയേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.